ഇടുക്കിയിലേക്ക് എത്തുന്നവർക്ക് ഒരു സന്തോഷ വാർത്തയുണ്ട്. ഇടുക്കി ചെറുതോണി ഡാമുകൾ ഇനി നടന്നും കാണാം. അപ്പോൾ ഇതുവരെ നടന്നല്ലേ കണ്ടതെന്നൊരു ചോദ്യം വരുമല്ലേ. സഞ്ചാരികൾ കൂടിയത് കണക്കിലെടുത്തും എല്ലാവർക്കും ഡാം കാണാൻ അവസരം ലഭിക്കണം. അതുകൂടി പരിഗണിച്ചാണ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത്. 3000-ഓളം പേർക്ക് ദിവസേന ഓൺലൈനായി സ്പോട്ട് ബുക്കിംഗിലൂടെയും നിറഞ്ഞു കിടക്കുന്ന ഈ ഡാം ഒക്കെ കാണാം. അതെങ്ങനെ കാണാം എന്ന് രാഹുൽ സുരേഷ് പറയും. ഇടുക്കിയിലെത്തുന്ന വിനോദസഞ്ചാരികൾ ഇപ്പോൾ സുവർണ അവസരമാണ്. മാസങ്ങൾക്ക് ശേഷം വിനോദസഞ്ചാരികളെ ഈ കാണുന്ന പാതയിലൂടെ നടന്നു പോകാൻ അനുവദിച്ചിരിക്കുകയാണ്. ഇത്രയും കാലം ആ കാണുന്ന ബഗ്ഗി കാറിലായിരുന്നു ആളുകളെ പ്രവേശിപ്പിച്ചിരുന്നത്. മന്ത്രി റോഷി അഗസ്റ്റിൻ്റെ നിർദ്ദേശപ്രകാരം പ്രത്യേക ചർച്ചകളൊക്കെ പൂർത്തിയാക്കിയ ശേഷമാണ് വിനോദസഞ്ചാരികളെ നടന്നു പോകാൻ അനുവദിച്ചിരിക്കുന്നത്. ദിവസേന ഏതാണ്ട് 2500-ഓളം വിനോദസഞ്ചാരികൾക്ക് നടന്ന് ഇതിൻ്റെ അകത്തേക്ക് ഇടുക്കി ഡാമും ചെറുതോണി ഡാമും കാണാനായി കയറ്റിവിടാം എന്നാണ് നിലവിലെ തീരുമാനം. അതുകൂടാതെ ആ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ കാണുന്ന ആ ബഗ്ഗി കാറിലും ആളുകൾക്ക് പോകാം. ഏതാണ്ട് 1300-ഓളം ആളുകളെയായിരിക്കും ബഗ്ഗി കാറിൽ അതിലേക്ക് കയറ്റി വിടുകയും ചെയ്യുക. നടന്നുപോയി ഡാം സന്ദർശിക്കാവുന്ന ഒരു അനുമതി ലഭ്യമാക്കിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ജലസേന വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ സാറിൻ്റെ പ്രത്യേക താല്പര്യപ്രകാരമാണ് ഈ ഒരു നിർദ്ദേശം ഇവിടെ നടപ്പിലാക്കിയിരിക്കുന്നത്. ഡാമുകളിലേക്ക് പ്രവേശിക്കുന്ന സഞ്ചാരികളുടെ കയ്യിൽ വെള്ളവും കുടയും മാത്രമേ അനുവദിക്കൂ. മറ്റ് സാധനങ്ങളൊന്നും ഡാമിലേക്ക് കയറ്റി വിടുന്നില്ല. കൂടാതെ ബഗ്ഗി കാറുകളിൽ 1248 പേർക്കും ഡാം സന്ദർശിക്കാവുന്നതാണ്. നമ്മുടെ സാറ് പറഞ്ഞ പോലെ തന്നെ കുടിവെള്ളവും അതോടൊപ്പം തന്നെ ഒരു കുടയും, മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കുടിവെള്ളവും ഒരു കുടയും മാത്രമായിരിക്കും കയ്യിൽ കരുതാൻ സാധിക്കുക. രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെ ആയിരിക്കും വിനോദസഞ്ചാരികളെ അകത്തേക്ക് കയറ്റി വിടുക. അവസാനമായി 3:30 ഏറ്റവും ഒടുവിൽ ഈ ഗേറ്റിലൂടെ അകത്തേക്ക് കയറ്റി വിടുക. 2.5 കിലോമീറ്റർ ദൂരം നടന്നു പോകാനുണ്ട്, തിരികെ 2.5 കിലോമീറ്റർ. അപ്പോൾ 5 കിലോമീറ്റർ നടക്കാൻ തയ്യാറാണെങ്കിൽ മാത്രമാണ് നിങ്ങൾ നടന്നു പോകാൻ തയ്യാറാവുകയുള്ളൂ. അല്ലെങ്കിൽ പകരം ഈ കാണുന്ന ബഗ്ഗി കാറിൽ പോകാനുള്ള അവസരമുണ്ട്. കണ്ടിട്ടുള്ള എക്സ്പീരിയൻസ് എന്ന് വെച്ച് പറഞ്ഞാൽ ഒരുപാട് മുൻപേ കാണേണ്ടതായിരുന്നു എന്ന് തോന്നി. പിന്നെ സാറുമാർ ഞങ്ങൾക്ക് കുറച്ച് വിവരണങ്ങളൊക്കെ തന്നു. അതിൻ്റെ ഉള്ളിൽ ഒരു അറയുണ്ട്, റൂമുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾക്കത് അത്ഭുതമായിരുന്നു. എന്നാലും ഈ മാസം 31 വരെ എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് ഒരു സുവർണ അവസരം തന്നെയാണ് ഇടുക്കിയിൽ കാത്തിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് റിജോയ്ക്കൊപ്പം റിപ്പോർട്ടർ രാഹുൽ സുരേഷ്, റിപ്പോർട്ടർ ഇടുക്കി.